ഇനി ഞാൻ തയ്യാറാക്കാൻ പോകുന്ന തേങ്ങ അരച്ച മീൻ കറിയാണ്. അതിനായിട്ട് 1 കിലോ കിളിമീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നന്നായി വെട്ടി കഴുകിയെടുത്താണ്. ഇനി ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഒരു കഷ്ണം ഇഞ്ചി, ഒരു 6 വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, ഒരു തക്കാളി, 4 പച്ചമുളക്. മീൻ കറിക്ക് താളിച്ച് ചേർക്കാനായിട്ട് 1 ടീസ്പൂൺ കടുക്, കുറച്ച് കറിവേപ്പില, ഒരു 8 ചെറിയുള്ളി, ഒരു 3-4 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അരമുറി തേങ്ങ, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത്, ഒരു 4 ഇതൾ കൊടംപുളി അരമണിക്കൂർ മുമ്പ് വെള്ളത്തിലിട്ട് വെച്ചത്, ഉപ്പ് ആവശ്യത്തിന്, വെളിച്ചെണ്ണ. ഇത്രയും സാധനങ്ങളാണ് തേങ്ങ അരച്ച മീൻ കറിക്ക് വേണ്ടത്. ഇനി ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും തക്കാളി ചെറിയുള്ളിയും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി തേങ്ങ അരച്ചെടുക്കാം. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. എടുത്തു വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഇതെല്ലാം കൂടെ ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി മീൻ കറി ഉണ്ടാക്കാനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെക്കാം. ഇപ്പം ചട്ടിയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ എല്ലായിടത്തും പിടിക്കാൻ വേണ്ടി ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി തീ കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അരപ്പൊന്ന് തിളച്ച് വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പുളിയും വെള്ളവും ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ മീൻ കറിക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ മിക്സിയുടെ ജാറ് കഴുകി ഒഴിക്കാം. ഇനി ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇതുപോലെ തേങ്ങ അരച്ച കറിക്ക് തക്കാളി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലത് ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഉലുവാപ്പൊടി ഇതുപോലെ ചേർക്കുകയാണെങ്കിൽ കറിക്ക് നല്ല രുചിയും മണമൊക്കെ കൂടുതലായിരിക്കും. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് മീനിട്ട് കൊടുക്കാം. അടച്ച് വെക്കണ്ട, തുറന്ന് വെച്ച് തന്നെ ഇത് തിളപ്പിച്ചെടുക്കാം. ഇനി മീനൊന്ന് നടുവേ കട്ട് ചെയ്തെടുക്കാം.
അപ്പോൾ മീനെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. തവി കൊണ്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് അടച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം. തുറന്ന് നോക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ വെച്ച് അടച്ച് വെച്ച് വേവിച്ചാണ്. ഇനി ഇത് തുറന്ന് വെച്ച് പറ്റിച്ചെടുക്കാം. ഈ സമയത്ത് ഉപ്പും പുളിയൊക്കെ നോക്കാം, കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പൊരു കുറച്ച് കുറവുണ്ട്. മീൻ ഉടയാതെ ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം. മീനൊക്കെ വെന്ത് ആവശ്യത്തിന് പറ്റി വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് അടുപ്പിൽ നിന്ന് വാങ്ങാം. ഇത് അടുപ്പിൽ നിന്ന് വാങ്ങിയെങ്കിൽ ഇത് തിളച്ചുകൊണ്ടിരിപ്പുണ്ട്. ഇത് മൺചട്ടിയിലായതുകൊണ്ടാണ് ഇങ്ങനെ. അതുകൊണ്ട് ഒരുപാട് അങ്ങ് പറ്റാൻ നിൽക്കേണ്ട. കുറച്ച് മുമ്പേ തന്നെ അങ്ങ് വാങ്ങണം. ചട്ടിയിലിരുന്ന് തന്നെ കുറച്ചുകൂടി അങ്ങ് പറ്റും. ഇനി താളിച്ച് ചേർക്കാനായിട്ട് ഒരു ചെറിയ ഫ്രൈ പാൻ അടുപ്പത്ത് വെക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇപ്പോൾ എല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് മീൻകറിയിൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങ അരച്ച് നല്ല സ്വാദിഷ്ടമായി മീൻകറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. തീർച്ചയായും നിങ്ങളുടെ കമൻറ്റൊക്കെ അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി പുതിയൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.